ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ 3rd യൂണിറ്റിലെ 3rd ചാപ്റ്ററാണ് നോക്കുന്നത്. ദ ഹണി മാംഗോ ട്രീ. ദർ ആർ പീപ്പിൾ അറൗണ്ട് us who love nature and take care of it. If we take care of nature, what will it give us in return? Read the story given below. പ്രകൃതിയെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ നമുക്ക് ചുറ്റിനുമുണ്ട്. നമ്മൾ പ്രകൃതിയെ പരിപാലിച്ചാൽ, നമ്മൾ പ്രകൃതിയെ സ്നേഹിച്ചാൽ, പ്രകൃതി നമുക്ക് എന്താണ് നൽകുക? താഴെ കൊടുത്തിരിക്കുന്ന കഥ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദ ഹണി മാംഗോ ട്രീ. ഹണി എന്ന് പറഞ്ഞാൽ എന്താ? തേനാണല്ലേ. അപ്പോൾ തേൻ മാമ്പഴം. തേൻ മാമ്പഴം എന്ന് പറയുമ്പോൾ എന്താണ്? നല്ല മധുരമുള്ള മാമ്പഴം. നോക്കാം. യു നോ ദിസ് ട്രീ ഹാസ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട്. റഷീദ്, മൈ നെയ്ബർ സെഡ് ടു മീ ആസ് വി സ്റ്റുഡ് അണ്ടർ ദ മാംഗോ ട്രീ. നിങ്ങൾക്കറിയാമോ, ഈ മരത്തിന് എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഞങ്ങൾ മാവിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ അയൽക്കാരനായ റഷീദ് എന്നോട് പറഞ്ഞു. റഷീദ് പോസ്ഡ് ആസ് എ സൺ, എ യങ് ബോയ് ഓഫ് 16 വാക്ക്ഡ് അപ്പ് വിത്ത് എ പ്ലേറ്റ് ഓഫ് റൈപ്പ് മാംഗോ സ്ലൈസസ്. 16 വയസ്സുള്ള റഷീദിൻ്റെ മകൻ പഴുത്ത മാമ്പഴ കഷ്ണങ്ങളുടെ ഒരു പ്ലേറ്റുമായി നടന്നു വന്നപ്പോൾ റഷീദ് ഒന്ന് പോസ് ചെയ്തു, ഒന്ന് നിർത്തി. Did you like the mango? Rashid enquired after I had made a quick feast of it. മാമ്പഴം നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് റഷീദ് ചോദിച്ചപ്പോഴത്തേനും ഞാൻ നല്ല പോലെ തന്നെ മാമ്പഴം ആസ്വദിച്ച് കഴിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ലൈക്ക് ഇറ്റ് ടേസ്റ്റ് ലൈക്ക് ഹണി. നല്ല പോലെ ഇഷ്ടമായി. ഇത് ഹണിയുടെ ഒരു ടേസ്റ്റാണ്, തേനിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. ഡിഡ് യു പ്ലാന്റ് ദിസ് ട്രീ? നീയാണോ ഈ ട്രീ പ്ലാന്റ് ചെയ്തത്, ഈ ട്രീ നട്ടത് എന്ന് ചോദിക്കുകയാണ്. Not exactly. This mango tree has an interesting story. That is why I said it has a special place in my heart. അപ്പോൾ റഷീദ് പറയാണ്, ശരിക്കും പറഞ്ഞാൽ ഞാനല്ല നട്ടത്. ഈ മാവിന് രസകരമായ ഒരു കഥയുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഹൃദയത്തിൽ ഇതിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. റഷീദ് സ്റ്റാർട്ടഡ് ടെല്ലിംഗ് ദ സ്റ്റോറി. റഷീദ് കഥ പറയാനായിട്ട് തുടങ്ങി. It happened long ago. I was a young bachelor. I had gone to visit my young brother who was a police inspector. ഇത് വളരെ കാലം മുമ്പാണ് സംഭവിച്ചത്. ഞാനൊരു ബാച്ചിലർ ആയിരുന്നു, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഞാനൊരു ബാച്ചിലർ ആയിരുന്നു. പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്ന എൻ്റെ ഇളയ സഹോദരനെ കാണാനായിട്ട് ഞാൻ ഒരിക്കൽ പോയി. He worked in a small town about 75 miles away from here. ഇവിടെ നിന്ന് ഏകദേശം 75 മൈലോളം ദൂരം ഉള്ള ഒരു കുഞ്ഞൊരു ടൗണിലാണ് അവൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇറ്റ് വാസ് എ ഹോട്ട് ഡേ. നല്ല ചൂടുള്ള ഒരു ദിവസമായിരുന്നു. ഐ സെറ്റ് ഔട്ട് ഓൺ എ സ്ട്രോൾ ഇൻ ദ ഈവനിങ്. വൈകുന്നേരം ഞാൻ നടക്കാനായിട്ട് തുടങ്ങി. സ്ട്രോൾ എന്ന് പറഞ്ഞാൽ ടു ഹാവ് എ വാക്ക് എന്നാണ്. ഐ ഹാഡ് നോട്ട് ഗോൺ ഫാർ വെൻ ഐ സോ ആൻ ഓൾഡ് മാൻ ലൈയിങ് അണ്ടർ എ ട്രീ. ഹിസ് ബിയർഡ് വാസ് ലോങ് ആൻഡ് ഹിസ് ഹെയർ ഓവർഗ്രോൺ. ഞാൻ ഒരുപാട് ദൂരമൊന്നും പോയില്ല. അതിനു മുമ്പ് ഒരു മരത്തിനിടയിൽ കിടക്കുന്ന ഒരു വൃദ്ധനെ ഞാൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ താടി നീണ്ടിരുന്നു, മുടി വളർന്നിങ്ങനെ പന്തലിച്ചിരുന്നു, ഒരുപാട് നീണ്ട മുടിയായിരുന്നു. ഹി ലുക്ക്ഡ് അബൌട്ട് 80. ഏകദേശം 80 വയസ്സ് പ്രായം തോന്നുമായിരുന്നു. ആസ് ഐ അപ്രോച്ച്ഡ് ഐ ഹേർഡ് ഹിം ഗ്രോണിങ് ഇൻ പെയിൻ. ഞാൻ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം വേദന കൊണ്ട് ഞരങ്ങുന്നത് കേട്ടു. ഹി ലുക്ക്ഡ് ബാഡ്ലി ഇൽ. വളരെയധികം രോഗിയായി അദ്ദേഹം കാണപ്പെട്ടു. ഗിവ് മീ സം വാട്ടർ സൺ, ഹി സെഡ് ഇൻ എ ഹോഴ്സ് വിസ്പർ ആസ് ഹി സോ മീ. എനിക്ക് കുറച്ച് വെള്ളം തരൂ മോനെ എന്ന് അദ്ദേഹം എന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പരുക്കൻ ശബ്ദത്തിൽ മന്ത്രിച്ചു. ഐ സോ എ പ്രെറ്റി യങ് വുമൻ സിറ്റിംഗ് അറ്റ് ദ സിറ്റ് ഔട്ട് ഓഫ് എ ഹൗസ് അക്രോസ് റോഡ്. റോഡിന് എതിർവശത്തുള്ള ഒരു വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഒരു സുന്ദരിയായ യുവതി ഇരുന്ന് പേപ്പർ വായിക്കുന്നത് ഞാൻ കണ്ടു. ഐ ആസ്ക്ഡ് ഹെർ ഫോർ സം വാട്ടർ. ഞാൻ അവളോട് കുറച്ച് വെള്ളം ചോദിച്ചു. ഷി വാസ് പസിൽഡ് ആസ് ഐ സ്റ്റാർട്ടഡ് വാക്കിംഗ് അവേ വിത്ത് എ പിക്ചർ ഓഫ് വാട്ടർ. അപ്പോൾ കുടത്തിലെ വെള്ളവുമായിട്ട് ഞാൻ റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ അവൾ അമ്പരന്നു. പസിൽഡ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷനായി. പിക്ചർ എന്ന് പറഞ്ഞാൽ കുടത്തിലെ വെള്ളവുമായിട്ട് അപ്പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവൾ ആകെ അമ്പരന്നു പോയി. ഐ ടോൾഡ് ഹെർ അബൌട്ട് ദി ഓൾഡ് മാൻ. അപ്പോൾ അവളോട് ഞാനിങ്ങനെ ആ വൃദ്ധനെ കുറിച്ച് പറഞ്ഞു. ഷീ ഗോട്ട് അപ്പ് ആൻഡ് കെയിം വിത്ത് മീ. അവൾ എഴുന്നേറ്റ് എൻ്റെ കൂടെ വന്നു. When I gave the pitcher of water to the old man, he did something amazing. ഞാൻ ആ വൃദ്ധനെ വെള്ളം കുടിക്കാൻ കൊടുത്തപ്പോൾ അദ്ദേഹം അത്ഭുതകരമായ ഒരു കാര്യം ചെയ്തു. He got up with great difficulty. അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് എഴുന്നേറ്റ് നിന്നു. ഇൻസ്റ്റെഡ് ഓഫ് ഡ്രിങ്കിങ് ദ വാട്ടർ, ഹി വാക്ക്ഡ് അപ്പ് ടു എ വിതേർഡ് സാപ്ലിംഗ് ഓഫ് എ മാംഗോ ട്രീ.
അപ്പം വെള്ളം കുടിക്കുന്നതിന് പകരം അദ്ദേഹം ഒരു മാവിൻ്റെ ഉണങ്ങിയ തൈയുടെ അടുത്തേക്ക് നടന്നു. സാപ്ലിംഗ് എന്ന് പറഞ്ഞാൽ തൈയാണ്. സാപ്ലിംഗ് ഓഫ് മാംഗോ ട്രീ എന്ന് പറഞ്ഞാൽ മാവിൻ തൈ. ഇറ്റ് ഹാഡ് സ്പ്രൗട്ടഡ് ഫ്രം ദ സീഡ് വിച്ച് ഹാഡ് ബീൻ ത്രോൺ അവേ ബൈ എ വേഫെയറർ. ഒരു വഴിയാത്രക്കാരൻ വലിച്ചെറിഞ്ഞ വിത്തിൽ നിന്നാണ് ആ മാവിൻ തൈ മുളച്ചു വന്നിരിക്കുന്നത്. The old man poured half the water on it. അപ്പം വൃദ്ധൻ അതിൽ പകുതി വെള്ളം ഒഴിച്ചു. He went back to the tree under which he had been resting. എന്നിട്ട് അദ്ദേഹം വിശ്രമിച്ചിരുന്ന മരത്തിൻ്റെ അടുത്തേക്ക് പോയി. He sat down, drank the water and prayed silently. എന്നിട്ട് അദ്ദേഹം അവിടെ ഇരുന്ന് വെള്ളം കുടിച്ചു. എന്നിട്ട് നിശബ്ദമായി ഇരുന്ന് പ്രാർത്ഥിച്ചു. I am Yusuf Siddiq, a fakir. The old man started to speak. എന്നിട്ട് ആ ഓൾഡ് മാൻ സംസാരിച്ചു തുടങ്ങി. ആ വൃദ്ധൻ സംസാരിച്ചു തുടങ്ങി. ഞാൻ യൂസഫ് സിദ്ദിഖ് ആണ്, ഒരു ഫക്കീർ ആണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ സന്യാസി അല്ലെങ്കിൽ യാചകൻ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഐ ഹാവ് നോ കിത്ത് ഓർ കിൻ. എനിക്ക് ബന്ധുമിത്രാദികൾ ആരും തന്നെ ഇല്ല. ഐ ഹാവ് സ്പെൻഡ് മോസ്റ്റ് ഓഫ് മൈ ടൈം ട്രാവലിംഗ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. എൻ്റെ സമയമൊക്കെ ഞാൻ ചിലവഴിക്കുന്നത് ഓരോ സ്ഥലത്ത് നിന്ന് ഓരോ സ്ഥലത്തേക്ക് യാത്രയൊക്കെ ചെയ്തിട്ടാണ്. ഐ ആം റഷീദ്. ഐ ഇൻട്രൊഡ്യൂസ്ഡ് മൈസെൽഫ്. അപ്പം ഞാൻ എൻ്റെ പേര് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ റഷീദാണ് എന്ന് പറഞ്ഞു. ഐ എം എ സ്കൂൾ ടീച്ചർ. ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്. ഐ എം അസ്മ. എൻ്റെ പേര് അസ്മ എന്നാണ്. ദ യങ് വുമൻ സെഡ്. ആ യുവതി പറഞ്ഞു. ഐ എം എ സ്കൂൾ ടീച്ചർ ടു. ഞാനും ഒരു സ്കൂൾ അധ്യാപികയാണ് എന്ന് പറയാണ്. ഗോഡ് ബ്ലെസ് യു. ദ ഓൾഡ് മാൻ ലേ ഡൗൺ അഗെയിൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ വൃദ്ധൻ വീണ്ടും കിടന്നു. ഹി വാസ് ഡൈയിങ്. ഹി ബ്രീത്ഡ് ഹിസ് ലാസ്റ്റ് ആസ് വി വാച്ച്ഡ്. അപ്പോൾ ആ വൃദ്ധൻ മരിക്കുകയായിരുന്നു. ഞങ്ങൾ നോക്കി നിൽക്കെ അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. I went home to get my brother. We buried him in the local graveyard. എന്നിട്ട് ഞാൻ എൻ്റെ സഹോദരനെ കൊണ്ടുവരാനായിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഞങ്ങൾ അവനെ അടുത്തുള്ള ശ്മശാനത്തിൽ അടക്കം ചെയ്തു. ആ വൃദ്ധനെ അടുത്തുള്ള ഒരു ഗ്രേവ്യാർഡിൽ ശ്മശാനത്തിൽ അടക്കം ചെയ്തു. I had found a sum of 6 rupees in his pocket. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു 6 രൂപ ഞാൻ കണ്ടെത്തി. അസ്മ ആൻഡ് ഐ പുട്ട് ഇൻ 5 rupees ഈച്ച്. അസ്മയും ഞാനും 5 രൂപ വീതം ഇട്ടു. ഐ ബോട്ട് സ്വീറ്റ്സ് ഫോർ ദ എമൗണ്ട് ആൻഡ് അസ്മ ഡിസ്ട്രിബ്യൂട്ടഡ് ദം ടു ദി ചിൽഡ്രൻ അറ്റ് ഹർ സ്കൂൾ. ആ തുകയ്ക്ക് ഞാൻ മധുരപലഹാരങ്ങൾ വാങ്ങി. അസ്മ അവളുടെ സ്കൂളിലെ കുട്ടികൾക്ക് അത് വിതരണം ചെയ്തു. അസ്മ വാട്ടേർഡ് ദി സാപ്ലിംഗ് എവ്രി ഡേ. അസ്മ എല്ലാ ദിവസവും ആ തൈക്ക് വെള്ളം നനച്ചു. It soon sprouted fresh leaves. A little later, Asma and I were married. അത് പെട്ടെന്ന് തന്നെ പുതിയ ഇലകൾ വെച്ചു, നല്ല പോലെ തഴച്ചു വളർന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഞാനും അസ്മയും വിവാഹിതരായി. When I built this house, ഞാൻ ഈ വീട് പണിതപ്പോൾ I carefully uprooted the sapling and brought it home. അപ്പം ഈ വീട് പണിതപ്പോൾ ഞാൻ ശ്രദ്ധാപൂർവം ആ തൈ പിഴുതെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അസ്മ ആൻഡ് ഐ പ്ലാന്റഡ് ഇറ്റ് ഹിയർ. ഞാനും അസ്മയും കൂടി ഇവിടെ അത് നട്ടു. വി വാട്ടേർഡ് ഇറ്റ് റെഗുലർലി ആൻഡ് മാനുവേഡ് ഇറ്റ് വിത്ത് ആഷ് ആൻഡ് ഡങ്. ഞങ്ങൾ പതിവായി അത് നനയ്ക്കുകയും ചാരവും ചാണകവും എല്ലാം ചേർത്ത് അതിന് വളമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു. വി ആഡഡ് സം ഹ്യൂമസ് ആൻഡ് ബോൺ മീൽ ലേറ്റർ. പിന്നീട് ഞങ്ങൾ കുറച്ച് ഹ്യൂമസും എല്ലുപൊടിയും ഒക്കെ ചേർത്ത് മരത്തിൻ്റെ ചോട്ടിൽ ഇട്ടു. ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ വളമെല്ലാം അതിൻ്റെ ചോട്ടിൽ ഇട്ടു. ഇൻ നോ ടൈം ഇറ്റ് റോസ് ടു ദ സ്കൈ ആൻഡ് സ്പ്രെഡ് ഇറ്റ്സ് കനോപ്പി ആൻഡ് ഹിയർ യു ആർ. നിമിഷങ്ങൾക്കുള്ളിൽ അത് ആകാശത്തേക്ക് ഉയർന്ന് അതിൻ്റെ മേലാപ്പിങ്ങനെ വിരിച്ചു. എന്നുവെച്ചാൽ അത്രയും പെട്ടെന്ന് അത് വളർന്നു വലുതായി. ആവശ്യത്തിന് വെള്ളവും വളവും എല്ലാം കൊടുത്തത് കൊണ്ട് തന്നെ മരം പെട്ടെന്ന് വളർന്ന് വലുതായി. റഷീദ് സ്മൈൽഡ് പ്ലസന്റ്ലി ആൻഡ് പുട്ട് ഹിസ് ആംസ് അറൗണ്ട് ദ ട്രീ. എന്നിട്ട് റഷീദ് മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് ആ മരത്തിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന പോലെ മരത്തിൻ്റെ ചുറ്റിനും ഇങ്ങനെ കൈകൾ വെച്ചു. ആസ് ഐ ടേൺ ടു ഗോ ഹോം, റഷീദ്സ് സൺ കോൾഡ് മീ ഫ്രം ബിഹൈൻഡ്. അപ്പോൾ വീട്ടിലേക്ക് പോകാനായിട്ട് തിരിഞ്ഞപ്പോൾ റഷീദിൻ്റെ മകൻ പിന്നിൽ നിന്ന് എന്നെ വിളിച്ചു. He held in his hand some mangoes wrapped in a newspaper. പത്രത്തിൽ പൊതിഞ്ഞ് കുറച്ച് മാമ്പഴം അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. മദർ ആസ്ക് മീ ടു ഗിവ് യു ദീസ്. എന്നെ അമ്മ ഇത് നിങ്ങൾക്ക് തരാനായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് ആ പയ്യൻ അത് എനിക്ക് തന്നു. ഐ സ്മൈൽഡ്. താങ്ക് യു സൺ. വി ലിവ് നെക്സ്റ്റ് ഡോർ ടു ഈച്ച് അതർ ബട്ട് ഐ സ്റ്റിൽ ഡോണ്ട് നോ യുവർ നെയിം. എന്നിട്ട് ഞാൻ പുഞ്ചിരിച്ചു. എന്നിട്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. നമ്മൾ അടുത്തടുത്താണ് താമസിക്കുന്നത്, പക്ഷേ എനിക്ക് ഇപ്പോഴും നിങ്ങളുടെ പേര് അറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. യൂസഫ് സിദ്ദിഖ്
എന്ന് പറയാണ്. യൂസഫ് സിദ്ദിഖ്, അപ്പം മകൻ അവൻ്റെ പേര് പറഞ്ഞതാണ് അല്ലേ, യൂസഫ് സിദ്ദിഖ് എന്നാണ് മകൻ്റെ പേര്. അപ്പോൾ ആ വൃദ്ധൻ്റെ പേരും യൂസഫ് സിദ്ദിഖ് എന്നായിരുന്നു. അപ്പോൾ ആ വൃദ്ധൻ്റെ പേരാണ് റഷീദ് തൻ്റെ മകനായിട്ട് ഇട്ടത്. അപ്പം ഞാനിങ്ങനെ യൂസഫ് സിദ്ദിഖോ എന്ന അത്ഭുതത്തോടെ നോക്കി ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, യെസ് അങ്കിൾ, യൂസഫ് സിദ്ദിഖ്, അതെ, എൻ്റെ പേര് യൂസഫ് സിദ്ദിഖ് എന്നാണെന്ന് അവൻ പറയുകയാണ്. നല്ലൊരു സ്റ്റോറി ആയിരുന്നല്ലേ ഇത്. നമ്മൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കണം. ഒപ്പം പ്ലാന്റിങ് എ ട്രീ എന്ന ഒരു ആശയത്തിൻ്റെ മഹത്വത്തെയും ഈ സ്റ്റോറി എടുത്ത് കാണിക്കുന്നുണ്ട്. സ്റ്റോറി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, മനസ്സിലായി എന്ന് കരുതുന്നു. പ്ലീസ് ഡ്രോപ്പ് യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക് ഇൻ ദ കമൻറ്റ് സെഷൻ. താങ്ക് യു.